നമുക്കിന്ന് അടിപൊളി ഒരു ചാളക്കറി ഉണ്ടാക്കിയെടുത്താലോ. അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി തന്നെ വേണം നമുക്ക് നല്ല കുറുകിയ ചാരോട് കൂടിയുള്ള ചാളക്കറി കിട്ടാൻ. പിന്നെ അത്യാവശ്യമായിട്ടും വേണ്ടത് നമ്മുടെ കൊടമ്പുളി തിളപ്പിച്ച് അതിൻ്റെ വെള്ളവുമാണ്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാള വേണം, വലുതോ ചെറുതോ എടുക്കാം. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ടൊമാറ്റോ സോസ്. നമ്മൾ കറി വിറകടുപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ടേസ്റ്റ് ഇരട്ടിയാകും. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ പൊട്ടിക്കാനിടാം. ഉലുവയ്ക്ക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഉള്ളി ഇട്ടത് 1 കിലോമീറ്റർ മാറി നിന്നിട്ടാണ്. അല്ലെങ്കിൽ ഈ വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോഴേ എണ്ണ ചൂടാവുന്നതും കറിയാവുന്നതും എല്ലാം ചടപടേന്നാ. ദേ അമ്മ എൻ്റെ ബ്രേക്ക് ടൈം ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ കുടിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകല്ല, അത് ഉണ്ടമുളകിൻ്റെ വേറൊരു വെറൈറ്റി, ഉണ്ടമുളകിൻ്റെ ഒക്കെ മണമുള്ള വേറൊരു വെറൈറ്റി ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ച മുളകാണ്. അത് ആഡ് ചെയ്തെടുത്തിട്ട് കറിക്കും വെള്ളം കുടിക്കാമെന്നും പറഞ്ഞിരുന്നതാണ് ഗൈസ്. പക്ഷേ അധികം നേരം കുടിക്കേണ്ടി വന്നില്ല. നമ്മൾ ഈ അടുപ്പത്ത് പാചകം ചെയ്യുമ്പോഴേക്കും സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം റെസ്റ്റ് എടുക്കാൻ കേട്ടോ. പക്ഷേ അത് വലിയ ആപത്തൊന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് മൂത്ത് പോയി. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ടേസ്റ്റ് വന്നാൽ പോരെ. മൂക്കുന്നതൊക്കെ നല്ലതാണ് ഗൈസ്. കൂടുതൽ മൂത്ത അത്രത്തോളം ടേസ്റ്റൊക്കെ കിട്ടുമെന്നേ. ഇനി നമുക്ക് പൊടിവകകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തോനെ മുളക് പൊടി ഇടണം, പിന്നെ അതിൻ്റെ പകുതി മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി, മല്ലിപ്പൊടിയുടെ അത്രയും അളവിന് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോസ് കൂടിപ്പോയി ഗൈസ്, എന്താണെന്നറിയില്ല. എനിക്ക് സോസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാവും എൻ്റെ കൈ പിടിച്ചിട്ട് നിന്നില്ല, ഞാൻ ഒഴിച്ചുകൊണ്ടേയിരുന്നു. സാരില്ല, കറിക്ക് കുറച്ച് മധുരം വരുമെന്നേ ഉള്ളൂ, സാരില്ലല്ലേ. പിന്നെ നമുക്ക് കൊടമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി കറിയിലിട്ടിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചാളക്കുട്ടന്മാരെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇനി ഞാൻ നിങ്ങളോട് ഒരു നഗ്ന സത്യം വെളിപ്പെടുത്തട്ടെ. എനിക്ക് ഈ മീനുകളിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത മീനാണ് ഗൈസ് ഈ ചാള എന്ന് പറയുന്നത്. പക്ഷേ ഇത് വെക്കേണ്ട രീതിയിൽ വെച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ വെക്കുന്നതിൻ്റെ കൂട്ട് വെച്ചാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റി കറിയാണ് ഗൈസ് ഇത്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിയില ഇടുന്നതോട് കൂടി കറിയുടെ വഴിത്തിരിവാണ്, വേറെ ലെവൽ ടേസ്റ്റിലേക്ക് പോകും ഈ കറി. എന്നിട്ട് നമുക്ക് മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയിലൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കറിയിൽ. കണ്ടു ഗായ്സ്, നല്ല കുറുക്കിയ ചാരോടുകൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് സെറ്റാക്കി മല്ലിയിലും കറിയും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. വിറകടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചാളയൊക്കെ പെട്ടെന്ന് അങ്ങ് വെന്ത് കുറച്ച് ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. ഉടഞ്ഞാലും നമ്മുടെ ചാളയല്ലേ, ഉടഞ്ഞാലും നമ്മുടെ കറിയിൽ ചേർന്നങ്ങ് അലിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് കറി കുറച്ചും കൂടി ഒന്ന് കുറുക്കി കിട്ടും. അങ്ങനെ നല്ല കുറുകിയ ചാരോട് കൂടിയുള്ള ചാളക്കറി റെഡി. ചാളക്കറിയൊക്കെ ഞാൻ വാങ്ങി അടുക്കളയിൽ കൊണ്ട് വെച്ചപ്പോൾ ദേ അവിടെ ചാള വറുത്തിരിക്കുന്നു. പിന്നെ വേറൊരു പുള്ളിക്കാരനും ഇരിപ്പുണ്ടായിരുന്നേ, ചക്കപ്പുഴുക്കും ചാളക്കൂട്ടാനും. ഹായ് വാ, നമുക്കൊരു വെറൈറ്റിക്ക് ഒരു എസ്തെറ്റിക് വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചേമ്പലയിൽ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് ചേമ്പലയിലേക്ക് വിളമ്പി. നല്ല അരപ്പുള്ള ചക്കപ്പുഴുക്കായിരുന്നേ. പിന്നെ നമ്മുടെ ബ്രൗൺ കളർ ചാളക്കൂട്ടാനും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ചാളക്കുഞ്ഞ് വറുത്തതും ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും എടുത്തു വെച്ചപ്പോഴത്തേക്കും വിഭവ സമൃദ്ധമായി. എനിക്ക് ഗൈസ് ഈ ബ്രൗൺ കളറിലെ മീൻ കറികളോട് ഒരു പ്രത്യേക അനുഭൂതിയാണ്. പ്രത്യേകിച്ച് ഈ കുറുകിയ ചാരോട് കൂടി ഇതുപോലെയുള്ള ഭയങ്കര ഇഷ്ടമാണ്. ദേ നമ്മുടെ ചാളക്കൂട്ടൻ ചക്കയിലേക്ക് അലിയിച്ച് കുഴച്ച് ഒരു പിടിയെടുത്ത് അങ്ങോട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ, സ്വർഗമാണ്.
ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു മധുരമുണ്ട് ഈ മീൻകറിക്ക്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഗായ്സ്. ഒരു ഉമാമി ടേസ്റ്റാണ് മൊത്തത്തിൽ ഈ മീൻകറി. മാത്രമല്ല നമ്മൾ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു സൂപ്പറായിട്ടുള്ളൊരു കൊതിപ്പിക്കുന്ന മണം വരും ഗായ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ ബൈ.